ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റിമാൻഡ് ചെയ്തതിനെ ചോദ്യം ചെയ്താണ് ഹർജി. മാർച്ച് 24-ന് ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാണ് ആവശ്യം. ഈ മാസം 28 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നും സർക്കാരിനെ ജയിലിനുള്ളിൽ നിന്ന് നയിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കോടതി 6 ദിവസത്തെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. ഡൽഹി കോടതിയിൽ 3 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷമാണ് പ്രത്യേക ജഡ്ജി കാവേരി ബവേജ കെജ്രിവാളിനെ മാർച്ച് 28 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷയിലാണ് കോടതിയുടെ ഉത്തരവ്. മദ്യ അഴിമതി കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരൻ കെജ്രിവാൾ ആണെന്ന് ED കോടതിയിൽ അറിയിച്ചു. ഡൽഹി എക്സൈസ് നയം 2021-22 രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കേജ്രിവാളിന് കോടിക്കണക്കിന് രൂപ ലഭിച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചു. അതേസമയം ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് കേജ്രിവാളിന് വേണ്ടി കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് പറഞ്ഞു. ഇതിനിടെ ആം ആദ്മി പാർട്ടിയുടെ ഹെഡ് ഓഫീസ് സീൽ ചെയ്തിട്ടുണ്ടെന്നും പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും ഡൽഹി മന്ത്രി അതിഷി മർവേര പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുമ്പോൾ ഈ നീക്കം ഭരണഘടനാ വാഗ്ദാനങ്ങൾക്കെതിരാണെന്ന് അതിഷി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ITOയിലെ AP ഹെഡ് ഓഫീസിലേക്കുള്ള എല്ലാ പ്രവേശനവും കേന്ദ്രം അടച്ചിട്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദേശീയ പാർട്ടി ഓഫീസിലേക്കുള്ള പ്രവേശനം എങ്ങനെ നിർത്തലാക്കുമെന്നും ഇത് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ലെവൽ ഫീൽഡിന് എതിരാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ഇതിനെതിരെ പരാതിപ്പെടാൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സമയം തേടുമെന്നും ആം ആദ്മി പാർട്ടി പ്രതിനിധി സൗരഭ് ഭരദ്വാജ് അവകാശപ്പെട്ടു. ഡൽഹി സർക്കാർ കൊണ്ടുവന്ന പുതിയ എക്സൈസ് നയം വിവാദമായതോടെ 2022 ജൂലൈ 28-ന് റദ്ദാക്കിയിരുന്നു. പിന്നാലെ പഴയ നയം വീണ്ടും നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ജൂലൈ 31-ലെ ക്യാബിനറ്റ് നോട്ടിൽ മദ്യവിൽപ്പന ഉയർന്നിട്ടും ചില്ലറ വ്യാപാരികളും മൊത്ത കച്ചവടക്കാരും മദ്യവ്യാപാരത്തിൽ നിന്ന് പിൻവാങ്ങിയ സർക്കാരിന്റെ വരുമാനം കുറഞ്ഞുവെന്ന് സമ്മതിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 1485 കോടി രൂപ വരുമാനം ലഭിച്ചു. ഇത് ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ 38% കുറവാണ്. ഇതാണ് പിന്നീട് കേസിലേക്ക് നയിച്ചത്.